പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യയുമായി ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ് അമേരിക്ക. പ്രതിരോധം, വ്യാപാരം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെ വാഷിംഗ്ടണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ബന്ധങ്ങളിലൊന്നായി വിശേഷിപ്പിച്ചു. US-ഇന്ത്യ സഹകരണത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് നവീകരണം, സാമ്പത്തിക വളർച്ച, സാങ്കേതിക പുരോഗതി എന്നിവയ്ക്ക് ഏറ്റവും വലിയ സാധ്യതയുള്ളതെന്ന് ഗോറിനോട് ചോദിക്കുകയും ചെയ്തു. പ്രതിരോധ, സുരക്ഷാ സഹകരണം നമ്മുടെ ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട സഹകരണ മേഖലയെ പ്രതിനിധീകരിക്കുന്നു. US-ഇന്ത്യ പ്രധാന പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ആഴത്തിൽ തുടരുന്നു. പുതിയ 10 വർഷത്തെ ചട്ടക്കൂടും മെച്ചപ്പെട്ട പ്രതിരോധ വ്യാവസായിക സഹകരണവും ശാസ്ത്ര സാങ്കേതിക സഹകരണവും പ്രവർത്തന ഏകോപനവും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക നിക്ഷേപവും വ്യാപാര വികാസവും ഒരുപോലെ പരിവർത്തന സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഗോർ പറഞ്ഞു. സാമ്പത്തിക നിക്ഷേപവും വ്യാപാര വികാസവും ഒരുപോലെ പരിവർത്തന സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ബിസിനസ്സുകൾക്കും തൊഴിലാളികൾക്കും അഭൂതപൂർവമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിൽ ഉഭയകക്ഷി വ്യാപാരം സുഗമമാക്കുക എന്നതാണ് പ്രസിഡന്റ് ട്രംപിന്റെ സാക്ഷ്യം. ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയും വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളും, ഊർജം, വ്യോമയാനം, നൂതന ഉൽപാദനം, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ അമേരിക്കൻ വൈദഗ്ധ്യവുമായി തികച്ചും യോജിക്കുന്നു. ഈ നിക്ഷേപങ്ങൾ നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും. അതേസമയം നമ്മുടെ ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ നമുക്ക് മുന്നിൽ ഒരു വിജയ സാഹചര്യമുണ്ട്. ഇന്ത്യയാണ് ഞങ്ങളുടെ പ്രധാന പ്രതിരോധ പങ്കാളിയെന്നും പ്രതിരോധ അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ സൈനിക പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്നും ഗോർ പറഞ്ഞു. ഇന്ത്യ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണ്. പ്രതിരോധ സഹകരണം നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തിലെ ഏറ്റവും തിളക്കമുള്ള പോയിന്റുകളിൽ ഒന്നാണ്. മലബാർ, ടൈഗർ, ട്രയംഫ് കോപ്പ്, ഇന്ത്യ തുടങ്ങിയ സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ ഞങ്ങൾ US-ഇന്ത്യ സൈനിക പരസ്പര പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയും US-ഉം ഇന്ത്യയുടെയും US-ന്റെയും താൽപര്യങ്ങൾ സുരക്ഷിതമായി നിലനിർത്തുന്ന ക്വാഡിന്റെ ഭാഗമാണെന്നും പറഞ്ഞു. നമ്മുടെ സുരക്ഷാ താൽപര്യങ്ങൾ ശക്തവും യോജിപ്പുള്ളതുമായി നിലനിർത്തുന്ന തന്ത്രപരമായ പങ്കാളിത്തമായ ക്വാഡിന്റെ ഭാഗമായാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങളും. നയതന്ത്രം, പ്രതിരോധാഭ്യാസങ്ങൾ, സൈനിക വിൽപ്പന എന്നീ 3 പ്രധാന വശങ്ങൾ ശക്തമായും തുടർച്ചയായതുമായ പ്രതിരോധ സഹകരണം ഉറപ്പാക്കുന്നു. ഈ വശങ്ങൾ നിലനിർത്തിയാൽ നമ്മുടെ പ്രതിരോധ ബന്ധങ്ങളുടെ സ്വാഭാവിക ശക്തിപ്പെടുത്തൽ ഞാൻ പ്രവചിക്കുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക പങ്കാളിത്തം നിലനിർത്തുന്നു. ഇന്ത്യൻ സൈന്യവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും തമ്മിലുള്ള ഒരു പ്രധാന സംയുക്ത സ്പെഷ്യൽ ഫോഴ്സ് ഇടപെടലായ എക്സസൈസ് വജ്ര പ്രഹാർ 2026 16ാമത് പതിപ്പ് ഫെബ്രുവരി 23 മുതൽ മാർച്ച് 15 വരെ ഹിമാചൽ പ്രദേശിലെ ബക്ലോയിലൂടെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിംഗ് സ്കൂൾ നടന്നു. ഇന്ത്യ-US പ്രതിരോധ സഹകരണത്തിനുള്ള പുതിയ ചട്ടക്കൂട് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് 2015 10 വർഷത്തേക്ക് പുതുക്കി. 2016 പ്രതിരോധ ബന്ധം ഒരു പ്രധാന പ്രതിരോധ പങ്കാളിത്തമായി നിയുക്തമാക്കി. 2018 ജൂലൈ 30 ഇന്ത്യയെ US വാണിജ്യ വകുപ്പിന്റെ സ്ട്രാറ്റജിക് ട്രേഡ് ഓതറൈസേഷൻ ലൈസൻസ് ഒഴിവാക്കലിന്റെ ടയർ 1ലേക്ക് മാറ്റുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.